വൈകുന്നേരമായിട്ടും നിൽക്കാതായപ്പോൾ ആകെ സങ്കടമായി. കുറേ ആൾക്കാരിനോട് പറഞ്ഞു ഇത് ഒഴിവാക്കിക്കളാന്ന്. അത്ര അങ്ങനൊക്കെയാണ് കാര്യങ്ങൾ. എല്ലാവരും എൻ്റെ പശുവിന് വേണ്ടി പ്രാർത്ഥിക്കണം. എന്താ പാടെ, സുഖല്ലേ? മഴയൊക്കെ ആവില്ലേ? ഉറങ്ങി നിൽക്കാൻ നേരം വയ്ക്കുന്നുണ്ടാവില്ലേ? അതുതന്നെയാണ് എല്ലാവരും അവസ്ഥ. ഭയങ്കര മഴയല്ലേ. ഞാനേ കുറേ നേരം കിടന്ന് ഉറങ്ങിയിട്ട് ശരിയാവില്ല. അപ്പോൾ ഇവിടെ ഇറങ്ങിയതാണ്. പശുവിനൊക്കെ കുളിപ്പിച്ച് റെഡിയാക്കി ചാണകമൊക്കെ വരി റെഡിയാക്കി വൃത്തിയാക്കിയിട്ടുണ്ടേ. ഗർഭിണിയല്ലേ, അപ്പോൾ അതൊക്കെ കുളിപ്പിച്ചൊന്ന് വൃത്തിയാക്കി ഇടണം. അതെ ശരിയാവില്ല. പാർട്ടി കൊണ്ട് കൊണ്ട് കെട്ടാളല്ലേ. മഴയൊക്കെ ഒന്ന് മാറിക്കണം. അപ്പോൾ ഇവിടെ നിന്ന് നിന്നാൽ പാർത്ത് നിന്നാലും രണ്ട് വ്യത്യാസമാണ്. കാരണം അവർക്ക് വയറ് ഫുള്ളാവണമെന്നുണ്ടെങ്കിൽ പാർത്ത് തിന്നണം, പിന്നെ വ്യായാമമാവും. അതുകൊണ്ടൊക്കെ നടക്കാമല്ലോ. കൂട്ടിലിങ്ങനെ കെട്ടിയിട്ട് വളർത്തുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ട് അവർക്ക് ഫീൽ ചെയ്യും. അത് ഫീൽ ചെയ്യും, മനസ്സിലായോ? അതുകൊണ്ടാണ് കേട്ടാ. അപ്പോൾ കുളിപ്പിക്കലും കാര്യങ്ങളും ചാണന്മാരിലൊക്കെ ഉണ്ട് നടത്താണ്ട്. ഓക്കെ, അതെനിക്കൊക്കെ കണ്ട് പോവാം കേട്ടാ. അതൊക്കെ മാറ്റട്ടെ അമ്മയെ. തെങ്ങിൻ്റെ ചോട്ട്, അപ്പോൾ പാടത്തെ തെങ്ങിൻ്റെ ചോട്ടാണ്ട് കൊണ്ടിടാം. അവർക്ക് വളമായിക്കോട്ടെ. അപ്പോൾ അതിൽ കിടന്ന് വളമായിക്കോളൂ. അപ്പോൾ നമുക്ക് ശല്യമില്ല. അപ്പോൾ ഇങ്ങനെ ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടുകയും ചെയ്തോളൂ. ഓക്കെ, എന്നപ്പോല്ലേ കാലം ഒന്തിക്കാം മണിയെ. ഈ കാലം ഒന്തിക്ക്, ഈ കാലം ഒന്തിക്ക്, ഒന്തിച്ചൂടെ ഒന്തിച്ചൂടെ. കുട്ടികളെ അല്ലാതെ ചളിയില്ല. അതിൽ കുളിപ്പിക്കണോണ്ടേ ഒരു ദിവസം കുളിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നാകെ കുടിക്കും ഇവരൊക്കെ. പിന്നെ പോകാൻ പണിയാണ്. അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് കേൾക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ വല്ലാതെ ചാണകത്ത് കുളിക്കില്ല. അവിടെ അതിന് മനസ്സിലാക്കില്ല. ഇതൊക്കെ ഉണ്ടെങ്കിലും ആദ്യം നമ്മൾ ചാണകത്ത് കുളിക്കലാണ്. ഇതാ നല്ല നനഞ്ഞാളാണ്. നല്ല നനഞ്ഞത് കിടന്നാൽ ഇപ്പം നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും കുളി കഴിഞ്ഞ് പിന്നരന്മാരും പിന്നരിമാരെ ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ ഇവർക്കിപ്പോൾ 8 മാസം ആയിരിക്കുന്നു. 8 മാസമാണ്. പിന്നെ 9 മാസത്തേക്ക് കടന്നിട്ടുള്ളൂ. പിന്നെ 282 ദിവസമാണ് ഇതിന് കണക്ക്, പ്രസവത്തിൻ്റെ കണക്ക്. അപ്പോൾ ഇപ്പോൾ 8 മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ 9 മാസം 10 ദിവസം അല്ലെങ്കിൽ 15 ദിവസത്തിൻ്റെ ഉള്ളിൽ പ്രസവിക്കും. അതാണ് കണക്ക്. ആ കണക്കിലാണ് പ്രസവം നടക്കൽ. ഇതൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഭക്ഷണം ഇനിയിപ്പോൾ 8 മാസം 7 മാസമൊക്കെ ആകുമ്പോൾ തന്നെ തീറ്റൊക്കെ കൊടുത്തു തുടങ്ങണം. പിന്നെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അങ്ങനത്തെ ഇതിൻ്റെ കാര്യങ്ങൾ. പിന്നെ പ്രസവത്തിന് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. കാരണം ഇതിന് കഴിഞ്ഞ പ്രാവശ്യം 2 കുട്ടികളായിരുന്നു പ്രസവിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ക്ഷീണവും കാര്യങ്ങളും വ്യായാമൊക്കെ ഇതിനുണ്ടായി. കാരണം രക്തത്തിൽ ഇൻഫെക്ഷൻ വന്നപ്പോൾ ഇതിന് അങ്ങനെ ഡോക്ടർ പറഞ്ഞു. അങ്ങനെ പശു താഴെ വീണ് അങ്ങനെ തൊഴുത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി കെട്ടാൻ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു. ശേഖരൻ ഡോക്ടറായിരുന്നു ചികിത്സിച്ചത്. പിന്നെ അങ്ങനെ ഇതൊക്കെ കൊടുത്ത് എന്തോ ഗ്ലൂക്കോസൊക്കെ കൊടുത്ത് അതിലൂടെ എന്തോ മരുന്നൊക്കെ കയറ്റി മെഗ്നീഷ്യ അങ്ങനെ എന്തൊക്കെ കയറ്റിയിട്ട് ഡോക്ടർ പോയി വൈകുന്നേരം ആകുമ്പോൾ എണീക്കുമെന്ന് പറഞ്ഞു. ഭയങ്കര സങ്കട വിഷമമുള്ള സമയമൊക്കെ ആയിരുന്നത്. കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ് ഇവരെ. അതുകൊണ്ടാണ് ആ വിഷമ കാര്യങ്ങൾ വരുന്നത്. ഇഷ്ടമില്ലാത്തവരെന്താണെന്ന് വെച്ചാൽ അതിനാണ്ട് കൊടുത്ത് ഒഴിവാക്കും. അവർക്കേലും. കാരണം അവർക്കൊന്നും ചിലവർക്ക് അതിനെ ഉൾക്കൊള്ളാൻ പറ്റില്ല. വീണ് കഴിഞ്ഞാൽ പിന്നെ അത് ഒഴിവാക്കുക എന്നുള്ളൊരു പ്രശ്നം. ഞാനങ്ങനെ ഒഴിവാക്കിയില്ല. അങ്ങനെ വൈകുന്നേരമായിട്ടും നിൽക്കാതായപ്പോൾ ആകെ സങ്കടമായി. പിന്നെ അപ്പോൾ ഡോക്ടർക്ക് വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു പിന്നെ എന്തായാലും എണീക്കും, പുറത്തല്ല കെട്ടിയിരിക്കുന്നത്, കുഴപ്പമില്ല എന്ന് പറഞ്ഞ്. പിന്നെ അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞ് വിളിച്ച്
ഫോൺ വെച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ പശു എണീച്ച് 2 കുട്ടിയില്ലേ, അതിന് പാല് കുടിക്കണ്ടേ. അപ്പോൾ ആ കുട്ടികളെ പ്രാർത്ഥനയും കൂടെ ഉണ്ടാവും. എണീച്ച് പാല് കൊടുത്ത് അപ്പോൾ എൻ്റെ മനസ്സിനൊരു സമാധാനം വന്നു. കാരണം അത്ര അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഇപ്പോൾ ഡോക്ടർ വന്ന് ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് ഒക്കെ റെഡിയായി. അവൾ ആരോഗ്യമായി ഭക്ഷണം കഴിക്കൽ തുടങ്ങി. പിന്നെ ഒന്നാകണ്ട് ഒട്ടിയിരുന്നു, വയറൊക്കെ ഒട്ടി ഇതായിരുന്നു. ഞങ്ങൾ അത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. എന്നാലും അവളത് കിട്ടിയ സങ്കടത്തിൽ നിൽക്കുന്നുണ്ടല്ലേ, അവൾക്ക് മനസ്സിലാവും മൃഗങ്ങളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവൾ വിഷമൊക്കെ അവൾക്ക് മനസ്സിലാവും. അങ്ങനെ അവളപ്പോൾ എനിക്ക് തിരിച്ചു കിട്ടിയതാണ് അടുത്ത പ്രസവത്തിനുള്ള ഇതായി. അപ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ട്, എന്താവുമോ എന്തെല്ലാം. കുറേ ആൾക്കാരെന്നോട് പറഞ്ഞു ഇത് ഒഴിവാക്കിക്കാളാന്ന്. പക്ഷെ ഞാനൊന്നും കേട്ടില്ല. മൃഗങ്ങളല്ല, മനുഷ്യനാണ് നമ്മൾ ഒഴിവാക്കുക ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കാണ്ട് ഒഴിവാക്കാൻ പറ്റുന്നില്ല അവർ. അപ്പോൾ ആ 2 കുട്ടികളാണ്, അവരിത്ര വലുതായി. ഇപ്പോൾ 15 മാസം പ്രായമായി. അങ്ങനെ 15 മാസം പ്രായമായ കുട്ടികൾ എനിക്ക് 2 തന്നു. ദൈവം തന്നതാവും, കാരണം അത് ഇവിടെ നിൽക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പോൾ വാ, ഞാൻ കരഞ്ഞ കണ്ടിട്ടാന്ന് തോന്നുന്നുണ്ട്, നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. വാ എന്നാ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പം പ്രസവത്തിൽ നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ ഡോക്ടറോട് നിർദ്ദേശങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്, എന്തൊക്കെ വേണ്ട, എങ്ങനെയൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ തീറ്റ കൊടുത്ത് ആരോഗ്യം ക്ലിയറാക്കി നിർത്താനൊക്കെ പറഞ്ഞിരിക്കണം. ഭക്ഷണം നല്ലോണം കൊടുക്കണം, കാരണം പ്രസവത്തിനുള്ള ആരോഗ്യം ഉണ്ടാവണം. പിന്നെ പ്രസവിച്ച് കഴിഞ്ഞാൽ ഉടനെ കാൽസ്യം കൊടുക്കണം. ഡോക്ടറുടെ നിർദ്ദേശം തേടലുണ്ട് എപ്പോഴും. കഴിഞ്ഞ പ്രാവശ്യം 2 ആയതുകൊണ്ട് രക്തം കുറേ പോയിട്ടുണ്ട്, അതുകൊണ്ടാവും അങ്ങനെ വന്നിട്ടുണ്ടാവുക. അങ്ങനെയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പ്രസവം. അപ്പോൾ പ്രാവശ്യം ഓള് അതിനൊക്കെ കണക്കാക്കിയിട്ട് നിൽക്കണമെന്ന് വിചാരിക്കാം. ദൈവം നമ്മളെ കൈവിടില്ല, എന്തായാലും ഇതുവരെ കൈവിട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇത്രയൊക്കെയാണ് നമ്മൾ പശുവിൻ്റെ കാര്യങ്ങളുള്ളത്. എല്ലാവരും എൻ്റെ പശുവിന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രസവം എടുക്കാറായിരിക്കണം. എൻ്റെ പശുവിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. സുഖമായിട്ട് പ്രസവിക്കാൻ. ഓക്കെ, ബൈ.